ഹായ്, വെൽക്കം ബാക്ക് ടു നോളജ് വ്ലോഗർ. എൻ്റെ പേര് സ്റ്റെഫി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം 14th ക്വസ്റ്റ്യൻസ് വരെ ചെയ്തായിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ ഇനി 15th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. ഇവിടെ നോക്കിക്കേ, ഇൻ്റഗ്രൽ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു 3x² പ്ലസ് 2x പ്ലസ് 3dx. ഇത് നമ്മളെങ്ങനെ ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? സ്ക്വയർ റൂട്ട് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ? a⁻1/2 ആണല്ലേ? a⁻1/2. അപ്പോൾ നമുക്ക് ഈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ ഓഫ് x⁻1/2 എന്ന് എഴുതാം അല്ലേ? അപ്പം ഇൻറ്റു 3x² പ്ലസ് 2x പ്ലസ് 3 ഇൻറ്റു dx. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഈ x⁻1/2നെ നമുക്ക് അകത്തോട്ട് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കറിയാം എന്താണ് a⁻m ഇൻറ്റു a⁻n എന്ന് പറയുന്നത് എന്താ? a⁻m പ്ലസ് n ആണ് അല്ലേ? a⁻m+n എന്ന് വരും. അതായത് 3 x⁻1/2 ഇൻറ്റു 3x² വരും. അതായത് 3 ഇവിടെ എഴുതാം. നമുക്ക് x⁻1/2 ഇൻറ്റു x⁻2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഈ a⁻m ഇൻറ്റു a⁻n അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? x⁻1/2 പ്ലസ് 2 അല്ലേ? എന്താണ് 1/2 പ്ലസ് 2? 1/2 x⁻1/2 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 1 പ്ലസ് 4/2. ഈ 2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. 1 ഇൻറ്റു 1 2 ഇൻറ്റു 2 അതായത് 1 പ്ലസ് 4/2. അതായത് എന്ത് വരും? x⁻5/2. അതായത് x⁻, നമുക്ക് ഇതൊന്ന് ആഡ് ചെയ്യാം അല്ലേ? പ്ലസ് അടുത്ത് എന്ത് ചെയ്യണം? x⁻1/2നെ 2x ഇൻറ്റു ചെയ്യണം. x⁻1/2 ഇൻറ്റു 2x പ്ലസ് x⁻1/2 ഇൻറ്റു 3. അത് 3 ഇൻറ്റു x⁻1/2 dx. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം അല്ലേ? അപ്പൊ നോക്കിക്കേ, എന്ത് വരും? ഇന്റഗ്രൽ ഓഫ്, നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടില്ല ഇതുവരെ അല്ലേ? അപ്പൊ നോക്കി, ഇന്റഗ്രൽ ഓഫ് 3 1/2 പ്ലസ് 2 എന്ത് വരും? 1/2 പ്ലസ് 2 2/1 എന്നാണ് ഇതിന്റെ മീനിങ്. അപ്പൊ 1 ഇൻറ്റു 1 2 ഇൻറ്റു 2 1 പ്ലസ് 4/2 അതായത് 5/2 പ്ലസ്, ഇനി 2 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് അല്ലേ? 2 ഇവിടെ എടുക്കുക. 1/2 പ്ലസ് 1 വരും. ഇവിടെ നോക്കിക്കേ, എങ്ങനെയാ വരുന്നത്? a⁻n ഇൻറ്റു a⁻m ഇൻറ്റു a⁻n എന്ന് പറയുന്നത് എന്ത് വരും? a⁻m+n എന്ന് വരും അല്ലേ? അപ്പൊ ഇവിടെ എന്ത് വരും? x⁻1/2 ഇൻറ്റു x മാത്രം ഉണ്ടെങ്കിൽ എക്സിന്റെ പവറിൽ എന്ത് വരും എന്ന അർത്ഥം? 1 ആണല്ലേ? എക്സിന്റെ പവറിൽ 1 ആണ് അതിന്റെ അർത്ഥം. അതായത് എന്ത് വരും നോക്കിയേ? x⁻1/2 ഇൻറ്റു x⁻1. ഇവിടെ നോക്കുക, കണ്ട എന്ത് വരും? x⁻1/2 പ്ലസ് 1 വരും. എന്ത് വരും? x⁻1/2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1/1. 1 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു 1 അതായത് 1 പ്ലസ് 2/2 അതായത് 3/2 വരും അല്ലേ? പ്ലസ് 3x⁻1/2 dx. ഓക്കെ, കഴിഞ്ഞില്ലേ? നമ്മൾ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള എല്ലാം അകത്ത് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്തു. നമുക്കിനി എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ഇന്റഗ്രൽ കണ്ടുപിടിക്കാം. നോക്ക്, ഇന്റഗ്രൽ ഓഫ് 3x⁵5/2 dx പ്ലസ് ഇന്റഗ്രൽ ഓഫ് 2x⁻3/2 dx പ്ലസ് ഇന്റഗ്രൽ ഓഫ് 3x⁻1/2 dx. നോക്കിക്കേ, അതന്നല്ലേ? നോക്ക്, 3x⁻5/2 പ്ലസ് 2x⁻3/2 പ്ലസ് 3x⁻1/2. അപ്പൊ അടുത്ത സ്റ്റെപ്പ് നോക്കിക്കേ, കോൺസ്റ്റന്റ് നമുക്ക് വെളിയിൽ എടുക്കാം. അപ്പൊ എന്ത് വരും? x⁻n ഇന്റഗ്രൽ എന്തായിരുന്നു? x⁻n+1/n+1. അതിവിടെ കൊടുക്കൂ. അപ്പൊ എന്ത് വരും? x⁻5/2 പ്ലസ് 1/5/2 പ്ലസ് 1. കഴിഞ്ഞു. അടുത്തത് നോക്കിയേ, 2 കോൺസ്റ്റന്റ് ആണ്, പുറത്തെടുക്കുന്നു. x⁻3/2ന്റെ ഇന്റഗ്രൽ എന്താ? x⁻3/2 പ്ലസ് 1/3/2 പ്ലസ് 1. അടുത്ത നോക്ക്, 3x⁻1/2ന്റെ ഇന്റഗ്രൽ എന്താ? 3 കോൺസ്റ്റന്റ് ആണ്. x⁻1/2 പ്ലസ് 1/1/2 പ്ലസ് 1. കഴിഞ്ഞോ? ഒരു പ്ലസ് സി ഇടണം അല്ലേ? ഇതൊന്നും ഇവിടുന്ന് തുടച്ചു കളയണേ.
അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു, നമ്മൾ കോൺസ്റ്റന്റ് ആഡ് ചെയ്യുന്നു. കോൺസ്റ്റന്റ് ആഡ് ചെയ്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഇത് നമുക്ക് ചെയ്ത് നോക്കാം. 5/2 + 1 എന്ന് പറയുന്നത് എന്ത് വരും? 3 അതുപോലെ എഴുതുക. 5/2 + 1 എന്ത് വരും? 5 ഇൻറ്റു ഇവിടെ 1/1 ആണെന്ന് വിചാരിക്കുക. 5 ഇൻറ്റു 1 2 ഇൻറ്റു 1, അതായത് 5 + 2/2 ഇൻറ്റു 1 2, അതായത് 7/2 വരും അല്ലേ. അപ്പോൾ എക്സ് പവർ 7/2/7/2 പ്ലസ് 2 ഇൻറ്റു ഇതെന്ത് വരും? അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 3 ഇൻറ്റു 1 + 2 ഇൻറ്റു 1 3 + 2/2, അതായത് എക്സ് പവർ 3 + 2/2 എന്ന് പറഞ്ഞാൽ 5/2/5/2 പ്ലസ് അടുത്ത എന്ത് വരും നോക്കിയേ, 1/2 + 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1/2 + 1 ഇവിടെ നോക്കിയേ, 1/2 + 1 എന്ത് വരും? 3/2 വരും അല്ലേ. 3/2 വരും. നോക്കിക്കേ ഇവിടെ എന്ത് നോക്കാം നമുക്ക്. 1/2 + 1 എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 1 2 ഇൻറ്റു 1 1 + 2/2, അതായത് എക്സ് പവർ 3/2/3/2. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഡിവിഷനല്ലേ, ഡിവിഷനിൽ ഡിനോമിനേറ്റർ കിടക്കുന്നത് ഫ്രാക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യും? റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. നോക്കാം, അതായത് = 3 ഇൻറ്റു 7/2ന്റെ റെസിപ്രോക്കല് 2/7 ഇൻറ്റു എക്സ് പവർ 7/2 പ്ലസ് നെക്സ്റ്റ് എന്ത് വരും നോക്കിക്കേ, 2 ഇൻറ്റു 2/5 അല്ലേ. 2 ഇൻറ്റു 2/5 ഇൻറ്റു x⁵5/2 പ്ലസ് എന്ത് വരും അടുത്തത്? 3 ഇൻറ്റു 2/3 ഇൻറ്റു 2/3 ഇൻറ്റു എക്സ് പവർ 3/2 പ്ലസ് സി. ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം. 3 ഇൻറ്റു 2 6 6/7 എക്സ് പവർ 7/2 പ്ലസ് 2 ഇൻറ്റു 2 4/5 എക്സ് പവർ 5/2 പ്ലസ് 3 ഇൻറ്റു 2 6 6/3 എക്സ് പവർ 3/2 പ്ലസ് കോൺസ്റ്റന്റ്. അപ്പോൾ 6/7 എക്സ് പവർ 7/2 പ്ലസ് 4/5 എക്സ് പവർ 5/2 പ്ലസ് 2 എക്സ് പവർ 3/2 പ്ലസ് കോൺസ്റ്റന്റ്. ഇതാണ് നമ്മുടെ ഇൻ്റഗ്രേഷൻ ചെയ്ത ആൻസർ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ബൈ.